നമുക്ക് പറ്റുമോ? എന്റെ കൊട്ടുകാട് വന്ന പെങ്ങളെ, നമ്മുടെ ദീനീ പ്രവർത്തനം കൊണ്ട് ഈമാനോടെ മരിക്കാൻ നമുക്ക് പറ്റുമോ? ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ഈനവനാട്ടുക ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദരിയത്തിന്റെ മനോഹരമായ ബൈത്ത് മജ്ലിസിനോരം അത്ഭുത കാവ്യത്തിലൂടെ ഇന്ന് കേരളത്തിന്റെ മണ്ണ് സ്വീകരിച്ച് ആലപിച്ച അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നവരെ, ആ ബദരിയത്തിന്റെ ബൈത്തിലൂടെ മുൻഗാമികൾ രാത്രി പൊട്ടിക്കരന്നുകൊണ്ട് വീട്ടിന്റെ അകത്ത് ചൊല്ലിയിരുന്നതാ, മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വരുമ്പോ കാക്ക് അല്ലാ, ആ ചതിയന്റെ സ്വർണ്ണത്തൊട്ട് കാക്കണം അല്ലാ. എന്റെ കൊട്ടുകാട് വന്നവരെ, ആരാണ് നമുക്ക് ആ സമയത്ത് കെലിമ പറഞ്ഞു തരിക? നമുക്ക് പറയാൻ പറ്റുവോ? അസ്റായിനെ കാണുമ്പോ നമ്മൾ പതറി മറന്നു പോകുവോ? നമുക്ക് ആ മുത്തറസൂലിനെ കാണാൻ പറ്റുവോ? ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് സഹായത്തിന് അല്ലാഹ് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ പടച്ചവനെ പിടിച്ചോ. ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല. മരണം ഒരു തുടക്കമാണെങ്കിൽ ആ തുടക്കത്തിന് നീ ഒറ്റയ്ക്കാണെന്ന് മറക്കല്ലേ. ആ തുടക്കം കുറിക്കുന്നത് നീ ഒറ്റയ്ക്കാണെന്ന് മറക്കല്ലേ. അവിടെ നിനക്ക് അല്ലാഹുവിന്റെ സഹായം വേണമെടാ. നിന്റെ വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് ഖബറിന്റെ അകത്തിറക്കി വെക്കുമ്പോ ആ മയ്യത്താകുന്ന നീ ചിന്തിക്കുന്നതല്ല, ഇപ്പൊ പലക നിരത്തുമല്ലോ, ഇപ്പൊ ഇരുട്ടുകൂടുമല്ലോ, ഇനി എനിക്ക് വെളിച്ചമില്ല, ഇനി എനിക്ക് ദുനിയാവില്ല, ഇനി എനിക്ക് കൂട്ടുകാരില്ല, ഇനി എനിക്ക് ബന്ധുക്കളില്ല, ഞാൻ മരിക്കുന്ന തമ്പുരാനെ. ആ ഖബറിന്റെ അകത്തിറക്കി ഒന്നാമത്തെ പലക വെക്കുമ്പോ ഇരുട്ടായി, രണ്ടാമത്തെ പലക വെക്കുമ്പോ വീണ്ടും ഇരുട്ടായി. പലക വെച്ച് 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 അല്ലാഹുവേ, അവസാനത്തെ പലക വെക്കുമ്പോ മയ്യത്ത് വിളിച്ചു പറയും നിർത്തണേ, അതുകൂടി വെച്ചാ പിന്നെ എനിക്ക് കുറ്റാകുറ്റിട്ടാണ്. എന്റെ മക്കൾ പിന്നെ ഇല്ല, എന്റെ ബന്ധുക്കളെ കാണാൻ കഴിയില്ല. അല്ലാഹുവേ, ആ പലക കൂടി വെച്ച് കുറ്റാകുറ്റിട്ട് നിന്നെ ഇറക്കി വെച്ചിട്ട് ബന്ധുക്കളെ സലാം പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ അതൊരു തുടക്കമല്ലേ. അവിടെ അല്ലാഹുവിന്റെ സഹായം വേണം പെങ്ങളെ. എങ്ങനെ കിട്ടാനാണ്? ആ പടച്ചവന് എന്ത് സഹായം തിരിച്ചു ചെയ്തിട്ടുണ്ട്? അല്ലാഹുവിന്റെ പള്ളിക്ക് ചെയ്തിട്ടുണ്ടോ? പടച്ചവന്റെ ദീനിന് ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, എടുത്തു കാണിക്കണം. ഇവിടുത്തെ ചെറുപ്പക്കാര്, അറഫാ സാധു സന്ദേശയിലെ ചെറുപ്പക്കാര് സങ്കടത്തോടുകൂടി പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ഈ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഫ്ലക്സും നോട്ടീസും വെക്കാൻ പോകുമ്പോ കടകളിൽ, വീടിന്റെ നടകളിൽ ഇരുന്നിട്ട് ഉസ്താദുമാരെ പച്ചയ്ക്ക് ആക്ഷേപിക്കുന്നവരെ കണ്ടപ്പോ വേദനിച്ചുപോയി. ഞാൻ പറഞ്ഞു, എന്നെ ആക്ഷേപിക്കുന്നവരാക്ഷേപിക്കട്ടെ, പക്ഷേ ബാക്കിയുള്ള ഉസ്താദുമാരെ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കല്ലേ. നൗഷാദുവാക്കത് പുത്തരിയല്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പറയാനിറങ്ങുമ്പോ അത് സ്വാഭാവികമാണ്. നല്ല ഒരു വണ്ടിയിൽ പോയാ, നല്ല ഒരു വീട് വെച്ചാ, എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താ, അതെല്ലാം പ്രസംഗിച്ച് ജനങ്ങളോട് 50,000-ഉം 2 ലക്ഷവും റേറ്റ് പറഞ്ഞിട്ട് സമ്പാദിച്ചതാണ് പറഞ്ഞ് പണ്ട് മുതലേ ജനങ്ങൾ കുറ്റപ്പെടുത്തുമ്പോ എന്റെ പടച്ചവനറിയാമെന്ന് പറഞ്ഞ് അല്ലാഹുൽ തവക്കുലാക്കി ജീവിക്കുന്നവനാണ്. എന്നിട്ടെന്തേ ഈ ഇഖ്തിയാർ വന്നിരിക്കുന്ന സ്നേഹസമ്പന്നരെ കണ്ടില്ലേ? അവർക്കറിയാം പ്രിയപ്പെട്ടവരെ, നൗഷാദുവാക്കവേ, അവർക്കറിയാം ഈ പ്രഭാഷണത്തിന്റെ മഹത്വത്തെ, അവർക്കറിയാം ഈ മജ്ലിസിന്റെ പുണ്യത്തെ. അതുകൊണ്ട് ഞാൻ അറഫയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, തളരല്ലേ, തളരല്ലേ. ആര് കുറ്റപ്പെടുത്തട്ടെ, ആര് പരിഹസിക്കട്ടെ, ആര് കളിയാക്കട്ടെ, 25 ക്യാൻസർ രോഗികൾ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. മക്കളെ, മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും തരുവോ? മക്കളെ, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരുവോ? സാധുവാറ പെൺമക്കളുടെ രക്ഷകർത്താക്കള്, ബന്ധുമിത്രാദികള് അപേക്ഷ കൊടുത്തിരിക്കുന്നു. ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട ഫൈസലിനെ പോലെയുള്ള അറഫയിലെ ചെറുപ്പക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, ഉസ്താദുമാര് വരുമ്പോ ഒരുപാട് ആളുകൾ വരുമല്ലോ, 30 വയസ്സായ എന്റെ പോൾക്ക് ഒരു 5 പവന്റെ സ്വർണം നിങ്ങളൊന്ന് ചോദിച്ചു തരുമോ? എന്റെ പൊന്നുമോള് വിവാഹപ്രായം കെടുന്നു നിൽക്കുകയാ. എന്റെ പൊന്നുമോള് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ കണ്ടവന്റെ കൂടെ
ഇറങ്ങിപ്പോയി വ്യഭിചരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോളെ കെട്ടിച്ചു വിടാൻ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന് മനസ്സുള്ളവരെ, അതിന് പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ ചെയ്യുന്നത് വലിയ പുണ്യമാ, നിങ്ങൾ ചെയ്യുന്നത് വലിയ കൂലിയാണ്. എപ്പോഴാണ് അല്ലാഹു നമ്മളെ തളർത്തിക്കളയുന്നതെന്നറിയില്ല. ഇന്നലെ ഞാൻ കടക്കൽ പ്രസംഗിക്കുമ്പോ അഞ്ചലൊരു സ്ഥലത്ത് അനസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണാൻ പോയി. സൗദി അറേബ്യയിലെ ഡ്രൈവറായിരുന്നു. വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോ നമുക്ക് പറ്റുവോ? എന്റെ കൊട്ടുകാട് വന്ന പെങ്ങളെ, നമ്മുടെ ദീനീ പ്രവർത്തനം കൊണ്ട് ഈമാനോടെ മരിക്കാൻ നമുക്ക് പറ്റുവോ? ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ഈനവനാട്ടുക ബദിരീ.